ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ SSLC മാത്സിൻ്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ചാപ്റ്റർ 4 ആയിട്ടുള്ള മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, ആ ചാപ്റ്ററിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇത് സെക്കൻഡ് പാർട്ടാണ്. നമുക്ക് സമയം കളയാണ്ട് തന്നെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. ഇൻ ദ പിക്ചർ ABCD ഈസ് എ സ്ക്വയർ ആൻഡ് P ഈസ് ദി മിഡ് പോയിൻ്റ് ഓഫ് AB. ഇവിടെ ABCD എന്ന് പറയുന്ന ഒരു സ്ക്വയർ കൊടുത്തിട്ടുണ്ട്. AB എന്ന് പറയുന്ന സൈഡിൻ്റെ മിഡ് പോയിൻ്റ് ആണ് P എന്ന് പറയുന്ന പോയിൻ്റ്. ആ പോയിൻ്റ് ഇസ് മാർക്ക്ഡ് ഓർബിറ്ററലി വിത്തിൻ ദി സ്ക്വയർ. ഒരു പോയിൻ്റ് നമുക്ക് ഓർബിറ്ററി ആയിട്ട് എന്ത് ചെയ്യണം? ഈ സ്ക്വയറിൽ മാർക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വുഡ് ബി വിത്തിൻ ദി ഷെയ്ഡഡ് പാർട്ട്? നമ്മൾ മാർക്ക് ചെയ്യുന്ന പോയിൻ്റ് ഈ ഷെയ്ഡഡ് പാർട്ട്, അതായത് ട്രയാങ്കിൾ ACP, അതിൽ ഫോളോ ചെയ്യാനായിട്ടുള്ള ചാൻസ് എത്രമാത്രമാണ്? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. 2 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ. അതിനുവേണ്ടി നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, സിമിലർ ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എന്താ ചെയ്യാം? ഇവിടെ P പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ACP ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് സ്ക്വയർ, അല്ലേ? ഏരിയ ഓഫ് സ്ക്വയർ ABCD. അതിനുവേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം. ഈ AB എന്ന് പറയുന്നതിൻ്റെ ലെങ്ത്ത് ഞാൻ എന്തായിട്ട് എടുക്കുകയാണ്? A എന്ന് എടുക്കുകയാണ്, അല്ലേ? അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ നമുക്കറിയാം. സ്ക്വയറിൻ്റെ ഏരിയ നമുക്ക് എത്രയാണെന്ന് കിട്ടി? ഏരിയ ഓഫ് സ്ക്വയർ നമുക്ക് A² എന്ന് കിട്ടി. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന കാര്യം എന്താ? P എന്ന് പറയുന്നത് ABയുടെ മിഡ് പോയിൻ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ലേ? ദെയർഫോർ നമുക്ക് പറയാം എന്താണ്? ട്രയാങ്കിളിൻ്റെ ബേസ് ഓഫ് ട്രയാങ്കിൾ B ഈസ് ഈക്വൽ ടു എത്രയാണ്? A/2 എന്ന് പറയാമല്ലോ. A/2 ആണെന്ന് പറയാമല്ലോ. ഇനി നമുക്ക് വേണ്ടത് ഹൈറ്റ് അല്ലേ? ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്തുവാ? ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ വരച്ചിരിക്കുന്ന ഈ വരയല്ലേ ഹൈറ്റ് എന്ന് പറയുന്നത്? അതെത്രയാണ്? ഹൈറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു A ആണ്. ഓക്കെ, ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ബേസിലിട്ട് വരച്ചിരിക്കുന്ന ഈ വരയാണ് എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയായിട്ട് കിട്ടി? നമുക്ക് A ആയിട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ ACP എന്ന് പറയുന്നത് എത്രയാണ്? ഹാഫ് ഇൻറ്റു B ഇൻറ്റു H, അല്ലേ? ഹാഫ് BH ആണ്. അതായത് Bക്ക് പകരം എനിക്ക് എന്ത് കൊടുക്കാം? Bക്ക് പകരം എനിക്ക് A/2 എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ Aക്ക് പകരം Hന് പകരം എന്ത് കൊടുക്കാം? A കൊടുക്കാം. സോ ആൻസർ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു A²/2, അല്ലെങ്കിൽ ഡിനോമിനേറ്റേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ എന്ത് വരും? A²/4 എന്ന് വരും. ഇനി നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ഏരിയ ഓഫ് ട്രയാങ്കിൾ ACP എന്ന് പറയുന്നത് A²/4 ആണ്. ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ABCD എത്രയാ? A² ആണ്. ഇങ്ങനെ വരുന്ന കേസിൽ എങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യാം? റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം, അല്ലേ? ഈ A² നമുക്ക് A²/1 എന്ന് എടുക്കാം. പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ആദ്യത്തെ ഫ്രാക്ഷന് യാതൊരു വിധത്തിലുള്ള ചേഞ്ചും ഇല്ല. അത് അതുപോലെ തന്നെ A²/4 ഇൻറ്റു എന്താണ്? A²/1. അതിൻ്റെ റെസിപ്രോക്കൽ എന്താണ്? 1/A² ആണ്. ഞാൻ ആ ഫ്രാക്ഷനായിട്ട് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് A²നെ A²/1 എന്ന് എഴുതിയത് കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി കട്ട് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് എന്ത് കിട്ടി? പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1/4 എന്ന് കിട്ടി. ഓക്കെ, 2 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ ഇത് ഇത്രയും എഴുതണം. ഓക്കെ, ഇനി അടുത്തത് എന്താ ചോദിച്ചേക്കുന്നത്? വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ഔട്ട്സൈഡ് ദി ഷെയ്ഡഡ് റീജിയൻ? അപ്പോൾ മൊത്തം പ്രോബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ 1 ആയിട്ട് എടുക്കാം. ഓക്കെ, സം ഓഫ് മൊത്തം പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഷെയ്ഡഡ് പാർട്ടിൻ്റെത് 1/4 ആണെന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കി ഭാഗത്തിൻ്റെ എന്തായിരിക്കും? 1 - 1/4 അല്ലേ? 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാല്, നമ്മൾ മുക്കാല് എന്നൊക്കെ പറയില്ലേ? അപ്പോൾ 1-ൽ നിന്ന് കാല് പോയി കഴിഞ്ഞാൽ എത്രയാണ്? മുക്കാല്. 3/4 ആണ്. സോ ബാക്കി ഷെയ്ഡ് അല്ലാത്ത റീജിയനുള്ള ഒരു ഡോട്ട് അല്ലെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്യുന്ന പോയിന്റ് വീഴാനായിട്ടുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? അത് 3/4 ആണ്. മനസ്സിലായോ? അതാണ് ആ ക്വസ്റ്റ്യൻ. 3 മാർക്കിൻ്റെ ചോദ്യമായിരുന്നു കേട്ടോ. ദെൻ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6ൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 6ൽ പറഞ്ഞിരിക്കുന്നത് 3-digit numbers are formed using cards with the numbers 2, 3, 5 written on them. ഓക്കെ, റിപ്പീറ്റേഷൻ ഒന്നും ഇല്ലാണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. 3-digit നമ്പേഴ്സ് ആണ് നമുക്ക് ഫോം ചെയ്യേണ്ടത്. ഏതൊക്കെ ഡിജിറ്റ്സ് യൂസ് ചെയ്തിട്ടാണ്? 2, 3, 5 ഈ നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള പരമാവധി 3-digit നമ്പേഴ്സ് ഫോം ചെയ്യാം. ഹൗ മെനി സച്ച് നമ്പേഴ്സ് ക്യാൻ ബി ഫോംഡ്? എത്ര നമ്പേഴ്സ് ഉണ്ടാകാൻ പറ്റും? ജസ്റ്റ് എഴുതി നോക്കിയാൽ മതി. ചെയ്യാൻ അറിയില്ലെങ്കിൽ നമുക്ക് വലിയ ക്ലാസ്സിലോട്ടൊക്കെ ചെല്ലുമ്പോൾ നിങ്ങളതിന് വേറെ മെത്തേഡും കാര്യങ്ങളൊക്കെ പഠിക്കും. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് എഴുതി നോക്കുക. ആദ്യത്തെ നമ്പർ ആരാണ്?
235 ആണ്. 235 വന്നാൽ പിന്നെ അടുത്ത പോസിബിലിറ്റി എന്താണ്? 2 ആദ്യം വന്നു, അടുത്ത 253 എഴുതാം. ഇനി വൺസിൻ്റെ പ്ലേസിൽ അടുത്തത് 3 വന്നു എന്ന് വിചാരിക്കാം. 3 വന്നു കഴിഞ്ഞാൽ അടുത്ത നമ്പർ ആരാണ്? 325 വരാം, അല്ലെങ്കിൽ 352 വരാം. ഇനി അടുത്ത വൺസിൻ്റെ പ്ലേസിൽ എന്താണ്? 5 വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ എന്താണ്? 532 വരാം, അല്ലെങ്കിൽ 523 വരാം. ഇത്രയും നമ്പേഴ്സിലേ നമുക്ക് ഇതിനുള്ളിൽ ആകെ ഫോം ചെയ്യാൻ പറ്റുന്നുള്ളൂ. ആകെ ടോട്ടൽ ഇത്രയും നമ്പേഴ്സേ ഫോം ചെയ്യാൻ പറ്റുന്നുള്ളൂ. സോ ഹൗ മെനി സച്ച് നമ്പേഴ്സ് ക്യാൻ ബി ഫോംഡ് എന്ന് പറയുന്നതിൻ്റെ ആൻസർ എത്രയാണ്? 6 ആണ്. ഓക്കെ, 6 ആണ് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ദാറ്റ് സച്ച് നമ്പർ ഈസ് ഈവൻ? ഇത് ഈവൻ നമ്പർ ആകാനായിട്ടുള്ള പോസിബിലിറ്റി എത്ര ഉണ്ട്? ഇവിടെ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ട്? അവസാനത്തതിൽ 2 വരുന്നത് മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ വൺസ് പ്ലേസിൽ അപ്പോൾ ആരൊക്കെയുണ്ട്? ഇയാളുമാണ് അല്ലേ. അപ്പം മൊത്തം നമ്പേഴ്സ് 6 ആണ്. അതിൽ 2 നമ്പേഴ്സിലാണ് എന്ത് വരാൻ പറ്റുന്നത്? 2 നമ്പേഴ്സാണ് ഈവൻ നമ്പേഴ്സായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി എത്രയാണ്? 2/6 അല്ലെങ്കിൽ 1/3 ആണ്. അതിനെ സിംപ്ലിഫൈ ചെയ്യാതിരിക്കാം. ദെൻ വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ദാറ്റ് സച്ച് എ നമ്പർ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 5? അത് 5ൻ്റെ ഗുണിതമാകാനായിട്ടുള്ള സാധ്യത, പ്രോബിലിറ്റി എത്രയാണ്? നോക്കുക, എത്ര നമ്പേഴ്സ് ഉണ്ട്? 1, 2 നമ്പേഴ്സാണ് മൾട്ടിപ്പിൾ ഓഫ് 5 ആയിട്ട് വരുന്നത്. അതായത് അതും 2/6 തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എഗെയിൻ 1/3 ആയിട്ട് കിട്ടി. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. എ ബോക്സ് കണ്ടെയ്ൻസ് 6 black beads and 4 white beads. Another box contains 7 black beads and 8 white beads. One bead is taken from each box. അതായത് ഇവിടെ 2 ബോക്സുകളുണ്ട്. ഈ 2 ബോക്സുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചിടാം. ആദ്യത്തെ ബോക്സ് എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തെ ബോക്സിൻ്റെ ഉള്ളിൽ 6 ബ്ലാക്ക് ബീഡ്സ് കിടക്കുന്നുണ്ട് ആൻഡ് 4 വൈറ്റ് ബീഡ്സും കിടക്കുന്നുണ്ട്. മൊത്തം 10 എണ്ണമാണ് വരുന്നത്. ദെൻ രണ്ടാമത്തെ ബോക്സിൻ്റെ ഉള്ളിൽ എന്താ അവസ്ഥ? 7 ബ്ലാക്ക് ബോൾസ് കിടക്കുന്നുണ്ട്. ദെൻ 8 വൈറ്റ് ബീഡ്സ് കിടക്കുന്നുണ്ട്. മൊത്തം എത്രയാണ് മക്കളെ? 7, 8, 15 എണ്ണം കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. ഇൻ ഹൗ മെനി വേസ് ക്യാൻ എ പെയർ ഓഫ് ബീഡ്സ് ബി ചൂസൺ? 2 ബോക്സിൽ നിന്ന് ഓരോന്നും എടുത്ത് എന്താണ് നമുക്കൊരു എത്ര പെയർ ഉണ്ടാക്കാൻ പറ്റും? വളരെ സിമ്പിളാണ്, നമ്മൾ നേരത്തെ കണ്ടതാണ്. എത്രയാണ്? 10 × 15 ചെയ്യാം. അത്രയും വേസിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? പെയറിനെ ചൂസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് 150 വേസിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? പെയേഴ്സിനെ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത്, വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് ബീയിങ് ബ്ലാക്ക്? 2 ബ്ലാക്ക് ആകാനായിട്ടുള്ള പ്രോബബിലിറ്റി എത്രയാണ്? ആദ്യത്തെ ബോക്സിൽ നോക്കൂ. ആദ്യത്തെ ബോക്സിൽ നിന്ന് ബ്ലാക്ക് കിട്ടാനായിട്ടുള്ള പ്രോബബിലിറ്റി എത്രയാണ്? മൊത്തം 10 ബീഡുകളുണ്ട്. അതിൽ 6 എണ്ണമാണ് ബ്ലാക്ക് ബീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലാക്ക് ബീഡ് കിട്ടാനായിട്ടുള്ള പ്രോബബിലിറ്റി, ഫസ്റ്റ് ബോക്സിൽ നിന്ന് ബ്ലാക്ക് ബീഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 6/10 അല്ലേ? സിമിലർലി സെക്കൻഡ് ബോക്സിൽ നിന്ന് ബ്ലാക്ക് ബീഡ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? മൊത്തം 15 പേരുണ്ട്. അതിൽ 7 പേരാണ് ബ്ലാക്ക് ആയിട്ട് വരുന്നത്. സോ എത്രയാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്? 42. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 42/150. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാനായിട്ട് പറ്റും. 7/25 എന്ന് സിംപ്ലിഫൈ ചെയ്ത് കട്ട് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. ഇവിടെ വരെ നിർത്തിയാലും കുഴപ്പമില്ല. ഓക്കെ, കട്ട് ചെയ്ത് വരുമ്പോൾ 7/25 എന്ന് വരും. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഒന്നും കൂടെ പറയാം. വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ദാറ്റ് ബോത്ത് ബീയിങ് ബ്ലാക്ക്? 2 ബോക്സിൽ നിന്നും നമ്മൾ എടുക്കുന്ന ബീഡ് ബ്ലാക്ക് ആകാനായിട്ടുള്ള പ്രോബിലിറ്റി. അപ്പോൾ ആദ്യത്തെ ബോക്സിൽ എത്രയാണ്? മൊത്തം 10 ബീഡുകളിൽ 6 എണ്ണം എത്രയാണ്? ബ്ലാക്ക് ആണ്. അപ്പോൾ ആദ്യത്തെ ബോക്സിൽ നിന്ന് ബ്ലാക്ക് കിട്ടാനായിട്ടുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 6/10 ആണ്. ദെൻ സെക്കൻഡ് ബോക്സിൽ മൊത്തം 15 ബീഡുകളിൽ എത്രയാണ്? 7 ബീഡുകളാണ് ബ്ലാക്ക് ആയിട്ടുള്ളത്. അപ്പോൾ 7/15 ആണ്. അപ്പോൾ മൊത്തം കണ്ടുപിടിക്കുന്നതിന് എത്ര ചെയ്താൽ മതി? തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ യു വിൽ ഗെറ്റ് 42/150. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് അറ്റ്ലീസ്റ്റ് 1 is വൈറ്റ്? ഒരെണ്ണമെങ്കിലും വൈറ്റ് ആകാനായിട്ടുള്ള പ്രോബബിലിറ്റി. ഓക്കെ, ഒരെണ്ണമെങ്കിലും. അപ്പോൾ നോക്കാം. ഒരെണ്ണമെങ്കിലും വൈറ്റ് ആയാൽ മതി. 2 വൈറ്റ് ആയാലും പ്രശ്നമില്ല. അപ്പോൾ 2 വൈറ്റ് ആകാനുള്ള പ്രോബബിലിറ്റി നമുക്ക് ആദ്യം നോക്കാം. അത് 2 ബോക്സിൽ നിന്നും എടുക്കുമ്പോൾ വൈറ്റ് കിട്ടാനായിട്ടുള്ള പ്രോബബിലിറ്റി നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ആദ്യത്തെ ബോക്സിൽ നിന്ന് വൈറ്റ് കിട്ടാനായിട്ടുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 4/10 ആണ് അല്ലേ?
ആദ്യത്തെ ബോക്സിൽ നിന്ന്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിക്ക് ചെയ്യാം. ആദ്യത്തതിൻ്റെ ഉള്ളിൽ ഇതിലും ഈസി ആയിട്ടുള്ള രീതിക്ക് ചെയ്യാം. അതായത് ആദ്യത്തെ ബോക്സിൽ എത്രയാണ്? 4 ബീഡ്സ് ആണ്. ദെൻ രണ്ടാമത്തെ ബോക്സിൽ എത്രയാണ്? 8 വൈറ്റ് ബീഡ്സ് ആണ്. അപ്പം മൊത്തം കൂടി എത്ര കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്? 32 അല്ലേ? 4 × 8 32. വൈറ്റ് ഓൺലി, രണ്ടും വൈറ്റ് കിട്ടുന്ന പ്രോബിലിറ്റി. ഓക്കെ. ദെൻ അടുത്ത കേസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എത്ര വേസിൽ നമുക്ക് എടുക്കാം എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. പ്രോബിലിറ്റി അല്ല നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ എത്ര വേസിൽ എടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ രണ്ടും വൈറ്റ് കിട്ടുന്ന വേസ് എന്ന് പറയുന്നത് 4 × 8 32 വേസിൽ നമുക്ക് 2 ബോക്സിൽ നിന്നും വൈറ്റ് കിട്ടുന്ന രീതിക്ക് എടുക്കാം. ഇനി ആദ്യത്തെ ബോക്സിൽ വൈറ്റും രണ്ടാമത്തെ ബോക്സിൽ ബ്ലാക്കും കിട്ടാനായിട്ടുള്ള വേസ് നോക്കാം. ആദ്യത്തെ ബോക്സിൽ വൈറ്റ് കിട്ടാന്നുണ്ടെങ്കിൽ 4 വേസിൽ എടുക്കാൻ പറ്റും. ദെൻ രണ്ടാമത്തെ ബോക്സിൽ വൈറ്റ് കിട്ടാന്ന് പറഞ്ഞെങ്കിൽ എത്രയാണ്? രണ്ടാമത്തതിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് ആയിരിക്കും. ആദ്യത്തേതിൽ വൈറ്റും രണ്ടാമത്തേതിൽ ബ്ലാക്കും. ഇപ്പോൾ എത്രയാണ്? 4 × 7 എത്രയാണ്? 28. ഓക്കെ. നമുക്ക് അറ്റ്ലീസ്റ്റ് വൈറ്റ് 1 വൈറ്റ് കിട്ടിയാൽ മതി. ഏതെങ്കിലും ഒരെണ്ണം വൈറ്റ് ആയാൽ മതി. 2 വൈറ്റ് ആയാലും കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ ഇവിടെ ആദ്യത്തെ കേസിലെന്ന് പറയുമ്പോഴേക്കും എത്രയാണ്? ആദ്യത്തെ ബോക്സിൽ നിന്ന് 4 വേസിലെടുക്കാം, രണ്ടാമത്തെ ബോക്സിൽ നിന്ന് 8 വേസിലെടുക്കാം. രണ്ടും വൈറ്റ് ആണ്. ബോത്ത് ആർ വൈറ്റ്. ഇതിൽ രണ്ടാമത്തെ കേസ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്, രണ്ടാമത്തെ വേ എന്ന് പറയുന്നത് ആദ്യത്തിൽ നിന്ന് വൈറ്റും രണ്ടാമത്തേതും ബ്ലാക്കും. സിമിലർലി ആദ്യത്തിൽ നിന്ന് ബ്ലാക്ക്, അതായത് 6, രണ്ടാമത്തതിൽ നിന്ന് വൈറ്റ് എത്രയാണ്? 8 എണ്ണമാണ്. 6 × 8 48. അപ്പം മൊത്തം നമുക്ക് എത്ര വേസിൽ പറ്റും? ഇതെല്ലാം കൂടി കൂട്ടിയാൽ മതി. എത്രയാണ്? 108 വേസിലാണ് നമുക്ക് പറ്റുന്നത്. സോ ആകെ മൊത്തം നമുക്ക് 150 വേസിലാണ് എടുക്കാൻ പറ്റുന്നത്. അതിൽ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ വൈറ്റ് മാത്രം കിട്ടുന്ന രീതി എന്ന് പറയുന്നത് എത്രയാണ്? 108 വേസിലെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ പ്രോബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 108 മൊത്തം വേസിൽ 108 വേസിലാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. വൈറ്റ് അറ്റ്ലീസ്റ്റ് 1 വൈറ്റ്. അപ്പോൾ 108 / 150 ആണ്. അല്ലെങ്കിൽ എത്രയാണ്? നമുക്ക് എഴുതാം. ചുരുക്കി വരുമ്പോൾ എത്രയാണ്? വെട്ടി വരുമ്പോൾ 18/25. ഇത്രയും വേസിലാണ് നമുക്ക് അറ്റ്ലീസ്റ്റ് 1 വൈറ്റിനെ എടുക്കാൻ പറ്റുന്നത് കേട്ടോ. അറ്റ്ലീസ്റ്റ് 1 വൈറ്റ്. ഓക്കെ. ഇതുപോലെയുള്ള പ്രോബ്ലംസ് ഇനിയും നമുക്ക് വരും. ആ ഒരു സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഈ ഭാഗങ്ങൾ ക്ലിയർ ആവും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് ലെങ്തിയർ ആയി പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് വീതം നമുക്ക് പഠിച്ചു പോകാം. അപ്പോൾ പറഞ്ഞ അത്രയും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഈ ഒരു ഇനിഷ്യേറ്റീവ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യാം. അത് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തുകൂടി ഷെയർ ചെയ്യാം. ഇനി ഓൺ എക്സാംസും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ലിസൺ ചെയ്തിരുന്നതിന് താങ്ക് യു സോ മച്ച്.